മാത്സ് ടീച്ചറിലേക്ക് സ്വാഗതം. പ്രിയ കുട്ടികളെ, 10ാം ക്ലാസ്സിൽ നമ്മള് സൂചക സംഖ്യ എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് അകലം കാണാനുള്ള സൂത്രവാക്യം നമ്മൾ പരിചയപ്പെട്ടു. x1 y1 x2 y2 എന്നീ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം √(x1 - x2) ഹോൾ പ്ലസ് y1 - y2 ഹോൾ എന്നൊക്കെ അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന നമുക്കറിയാം. അതുപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഒരു ചതുരത്തിനകത്തെ ബിന്ദുവിൽ നിന്ന് ചതുരത്തിന്റെ അടുത്തടുത്ത 3 മൂലകളിലേക്കുള്ള അകലം 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ എന്നിങ്ങനെയാണ്. 4ാമത്തെ മൂലയിലേക്കുള്ള അകലം എന്താണ്? ഇതാണ് പ്രശ്നം. ചിത്രത്തിൽ നിങ്ങൾ കാണാം. ചതുരത്തിനകത്തെ ഒരു ബിന്ദുവാണ് പി. OP 4 PB 3 AP 5 PC എത്രയാണ് ചോദ്യം. അപ്പൊ PC കാണാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് നമ്മൾ പഠിച്ച ആശയം ഒന്ന് ഉപയോഗപ്പെടുത്താം. ഇവിടെ OA x അക്ഷമായും OB y അക്ഷമായും O ആധാര ബിന്ദുവായിട്ടും ഞാനത് തലം പരിഗണിക്കാം. അപ്പൊ ഇത് ഈ ഒരു ദൂരം A ആണെന്നിരിക്കട്ടെ. OA എന്ന ദൂരം A ആണെങ്കിൽ എയുടെ സൂചക സംഖ്യ നമുക്ക് എഴുതാം. ഇത് x അക്ഷമാണ്. x അക്ഷത്തില് y സൂചക സംഖ്യ 0 ആയിരിക്കും. അപ്പൊ ഇതെന്തായിരിക്കും? A 0 ആയിരിക്കും. ഇത് ആധാര ബിന്ദു ആയതുകൊണ്ട് ഇതിന്റെ സൂചക സംഖ്യ 0 0. ഈ ഒരു ദൂരം B ആണെന്നിരിക്കട്ടെ. ഈ ഒരു ദൂരം B ആണെങ്കിൽ ഇതിന്റെ സൂചക സംഖ്യ എന്തായിരിക്കും? ഇത് y അക്ഷമാണ്. y അക്ഷത്തിലെ x സൂചക സംഖ്യ 0 ആയിരിക്കും. 0 B നോക്കാം അല്ലെ? അപ്പൊ ഇത് നമുക്കറിയാം. ഇത് y അക്ഷത്തിന് സമാന്തരമാണ്. AC നമ്മ വര ഈ y അക്ഷത്തിന് സമാന്തരമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ x സൂചക സംഖ്യ തുല്യമായിരിക്കും. അപ്പൊ സിയുടെ x സൂചക സംഖ്യ A എന്ന് കിട്ടും. ഇനി BC എന്ന് പറഞ്ഞ ഈ വര x അക്ഷത്തിന് സമാന്തരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഇതിന്റെ രണ്ടിന്റെയും y സൂചക സംഖ്യ തുല്യമായിരിക്കും. ഇത് B ആയതുകൊണ്ട് ഇതും B ആയിരിക്കും. കിട്ടി. P യുടെ സൂചക സംഖ്യ XY ആണിരിക്കട്ടെ. നമുക്ക് ഈ അകലം ഓരോന്നും കണ്ടുപിടിച്ചൂടെ? OP എന്തായിരിക്കും കിട്ടുക? OP എന്ന് പറയുന്ന ദൂരം എന്താ x സൂചക സംഖ്യ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ആദ്യം എഴുതുന്നത് x - 0 ഹോൾ സ്ക്വയർ പ്ലസ് y - 0 ഇങ്ങനെ എഴുതുക. y - 0 ഹോൾ സ്ക്വയർ സമം ആ ദൂരം നമുക്കറിയാം 4 ആണ്. നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്താൽ എന്ത് വരും? 2 ഭാഗത്തും സ്ക്വയർ ചെയ്യാം. അപ്പൊ OP സ്ക്വയർ ആണ് നമുക്ക് കിട്ടുക. OP സ്ക്വയർ എന്ന് പറയുന്നത് x - 0 എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പൊ x സ്ക്വയർ എന്ന് എഴുതുന്നത് പ്ലസ് y സ്ക്വയർ സമം 4ന്റെ വർഗ്ഗം 16. ഞാൻ 2 ഭാഗത്തും സ്ക്വയർ ചെയ്യാ ചെയ്തത്. അതായത് എന്താ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഇത് നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാ. ഒന്ന് ആധാര ബിന്ദു ആണെങ്കിൽ എക്സും വൈയും 0 0 ആധാര ബിന്ദു തമ്മിലുള്ള അകലം പറഞ്ഞാൽ x² പ്ലസ് √(x² പ്ലസ് y² ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ 2 ഭാഗത്തും സ്ക്വയർ ചെയ്തപ്പോ ഇങ്ങനെ കിട്ടി. ഇതിനെ ഞാൻ ഒന്നും കൊടുക്കാം. ഇനി PB സമം കിട്ടുക. PB സമം എന്ത് കിട്ടും? എന്താ കിട്ടുന്നത്? x - 0 ഹോൾ സ്ക്വയർ പ്ലസ് y - b ഹോൾ സ്ക്വയർ അല്ലെ? x - 0 ഹോൾ സ്ക്വയർ പിന്നെ y സൂചക സംഖ്യ y - 0 b ഹോൾ സ്ക്വയർ സമം എന്ത് കിട്ടി? ഇവിടെ 3 ആണ്. ഇതിനെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? PB സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കാലോ. PB സ്ക്വയർ എന്ത് കിട്ടും? x - 0 എന്ന x ആണ്. അപ്പൊ ഇവിടെ x സ്ക്വയർ പ്ലസ് y - b ഹോൾ സ്ക്വയർ സമം 9 രണ്ടാണ്. ശരിയല്ലേ? ഇനി അടുത്ത ഇതേപോലെ നമുക്കറിയാം PA സ്ക്വയർ ആണ്. PA സ്ക്വയർ ഇപ്പൊ ഇതേപോലെ തന്നെ ഞാൻ സ്ക്വയർ നേരിട്ട് എഴുതാം. PA സ്ക്വയർ സമം വരും x - a ഹോൾ സ്ക്വയർ പ്ലസ് y - 0 എന്ന് പറയുമ്പോൾ y സ്ക്വയർ എന്ന് വരും അല്ലെ? അത് സമയം എത്ര വരിക? 5ന്റെ വർഗ്ഗം 25. ഞാനിത് നേരിട്ട് എഴുതിയ √(x - a ഹോൾ സ്ക്വയർ പ്ലസ് y - 0 ഹോൾ സ്ക്വയർ സമം 5 എന്ന് വരും. അപ്പൊ അതിന്റെ സ്ക്വയർ ചെയ്തപ്പോ നമുക്ക് ഇങ്ങനെ കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നമുക്ക് ഇത് കണ്ടുപിടിക്കേണ്ടത് PC ആണ്. PC ആണ് കണ്ടുപിടിക്കേണ്ടത്. PC എന്താ വരിക ശരിക്ക്? √(x - a ഹോൾ സ്ക്വയർ പ്ലസ് y - b ഹോൾ സ്ക്വയർ ആണ്. നമുക്ക് അവിടെ നോക്കട്ടെ. ഈ 2 കൂടി നമ്മൾ കൂട്ടുക. 2 3 കൂടി കൂട്ടുക. ഇപ്പൊ മൂന്നാമത്തെ ഇത് നമുക്കറിയാം. നമ്മളിപ്പം ചെയ്യുന്നത് PA സ്ക്വയറും PB സ്ക്വയറും കൂടി കൂട്ടുക. എന്താ കിട്ടുന്നത് നോക്കിയേ?
എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇതെന്തിനു തുല്യമാണ്? ഇത് നമുക്കറിയാം, എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാല് 25 25 പ്ലസ് 9 കിട്ടി. ഇത് 9 ആണ്. രണ്ടുകൂടി കൂട്ടിയപ്പോ നമുക്ക് 34 കിട്ടി. ഏതെല്ലാം? ഇത് രണ്ടുകൂടി കൂട്ടി. ഇതിനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഇത് രണ്ടും ആദ്യം എഴുതാം. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയിരുന്നു. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 34 അല്ലെ? ഇതിൽ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്കറിയാലോ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. അപ്പൊ ഇതിന് 16 നമ്മൾ ഇതിന് 16 എന്ന് വില കൊടുത്താൽ എന്ത് കിട്ടും? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് 16 സമം 34. ശരിയല്ലേ? അപ്പോ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ സമം കിട്ടി 34 മൈനസ് 16. ഇതെത്ര കിട്ടുന്നത്? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാല് 34 16 18 അല്ലേ? ഇവിടെ നോക്കൂ. ഇനി ഇതിന്റെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പി സി ആണ് അല്ലെ? പി സി എന്താ കിട്ടുക? പി സി കിട്ടുന്നത് നോക്കൂ. പി സി എന്ന് പറഞ്ഞാല് റൂട്ട് ഓഫ് എന്താണ്? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് അല്ലെ? പി സി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്കറിയാം എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ സമം 18 ആണ്. അപ്പോ ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് 18 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? റൂട്ട് 18. റൂട്ട് 18 നമുക്ക് വേണം എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 2 ഇൻറ്റു 9 ഇതിൽ കൂടെ അല്ലെ? 9ന്റെ വർഗ്ഗമൂലം നമുക്കറിയാം. അപ്പൊ 3 റൂട്ട് 2 3 റൂട്ട് 2. ഈ ദൂരം 3 റൂട്ട് 2 ആണ്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ എന്താ ചെയ്തപ്പോ ഒ പി കണ്ടു, പിന്നെ ഒ പി കണ്ടു, പി ബി കണ്ടു, പി എ കണ്ടു. ഇതിൽ നമ്മൾ പി സി കണ്ടെത്തുക ചെയ്തു. ഏതെല്ലാം നമ്മൾ കൂട്ടി? ഇത് രണ്ടും പി ബി സ്ക്വയർ പ്ലസ് പി എ സ്ക്വയർ നമുക്ക് കിട്ടി. ഈ തലത്തിൽ കിട്ടി. ഇതിൽ തന്നെ അപ്പോ ഇതിന്റെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 16 നമുക്കറിയാം. അതവിടെ കൊടുത്തു. അപ്പൊ ഇതിനെ അങ്ങോട്ട് ഉണ്ടാവും -16. അപ്പൊ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ നമുക്ക് 18 കിട്ടി. ഇനി നമ്മൾ നോക്കുക പി സി സമന്ത കിട്ടുക റൂട്ട് ഓഫ് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇതിന്റെ വില 18 ആണ്. അപ്പൊ റൂട്ട് കാണുമ്പോൾ പി സി കാണാൻ വേണ്ടി അതിന്റെ റൂട്ട് കണ്ടാൽ മതി. അപ്പൊ റൂട്ട് 18 എന്ന് പറഞ്ഞാല് റൂട്ട് ഓഫ് 2 അതായത് 3 റൂട്ട് 2 കിട്ടി. ക്ലിയർ ആയോ? അടുത്ത കണക്കിലേക്ക് പോകാം. ചോദ്യം ശ്രദ്ധിക്കൂ. ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ വശങ്ങളുടെയും വികരണങ്ങളുടെയും നീളം കണക്കാക്കുക. ഇതാണ് ചിത്രം. അതിന്റെ 4 വെർട്ടക്സിന്റെയും കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. 4 ശീർഷങ്ങളുടെയും സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. -3 -2 1 -2 0 0 -3 1. നമുക്ക് എന്തെല്ലാം കാണണം? എ ബി കാണണം, ബി സി കാണണം, സി ഡി കാണണം, എ ഡി കാണണം. കൂടാതെ വികരണങ്ങൾ ഏതെല്ലാം വരിക? എ സി അതുപോലെ ബി ഡി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം എ ബി കാണാൻ ശ്രമിക്കാം. എ ബി രണ്ട് ബിന്ദുക്കൾ നമുക്കറിയാം. -3 -2 1 -2. എന്താ ഇവയുടെ പ്രത്യേകത? ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. വൈ കോർഡിനേറ്റ് തുല്യമാണ്. വൈ കോർഡിനേറ്റ് തുല്യമാണെന്ന് പറഞ്ഞാൽ ഇത് എക്സ് അക്ഷത്തിന് സമാന്തരമാണെന്ന് അർത്ഥം. അപ്പൊ എക്സ് അക്ഷത്തിന് സമാന്തരമായ ഒരു വരയിലെ 2 ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോഡുലസ് ഓഫ് എന്താ പഠിച്ചുള്ളത്? x1 - x2 കണ്ടാൽ -3 -1 ഇതുണ്ടാവും അല്ലെ? ആൻസർ എത്ര കിട്ടുക? മോഡുലസ് ഓഫ് -4. ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയാലോ? കുറയ്ക്കാന്ന് പറഞ്ഞാല് ചിഹ്നം മാറ്റി കൂട്ടാന്നാണ്. ശരിക്കും ഇത് വരുന്നത് -3 പ്ലസ് -1 എന്നാണ്. ഒരേ ചിഹ്നമുള്ള സംഖ്യകൾ കൂട്ടുമ്പോ കൂട്ടിയിട്ട് അതേ ചിഹ്നം ഇടാൻ വരും. അപ്പൊ മോഡുലസ് ഓഫ് -4 എന്ന് പറഞ്ഞാല് 4 ആണ്. അപ്പൊ ഈ ഒരു ദൂരം നമുക്ക് 4 കിട്ടി അല്ലെ?
ഇനി അതുപോലെ എ ഡി നോക്കൂ. എ ഡിയുടെ പ്രത്യേകത എന്താ? എ ഡി ഇതുപോലെ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് തുല്യമാണ്, -3 -3. അതിന്റെ അർത്ഥം ഇത് വൈയക്ഷത്തിന് സമാന്തരമാണ്. വൈയക്ഷത്തിന് സമാന്തരമായ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണാൻ എന്താ ചെയ്യുന്നത്? വൈയക്ഷത്തിന് സമാന്തരമായ ഒരു വരയിലെ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? വൈവ്യത്യാസം കണ്ടാണ്. വൈവ്യത്യാസം എന്താ അവിടെ കിട്ടുക? ഇത് -2, ഇത് 1. അപ്പൊ എന്ത് ചെയ്യാം? മോഡുലസ് ഓഫ് -2 -1 ഇപ്പം ചെയ്ത പോലെ തന്നെ ആവുമ്പോ എന്താ നമുക്ക് കിട്ടുക? മോഡുലസ് ഓഫ് -3 എന്നാല് 3 കിട്ടും. ഈ ദൂരം 3 കിട്ടും. ഇനി അടുത്ത നമുക്ക് ബി സി ആണ്. ബി സി എന്താ പ്രത്യേകത? ഒരു സി എന്ന് പറഞ്ഞാല് ആധാര ബിന്ദുവാണ്. 0 0 ആണ് അതിന്റെ സൂചക സംഖ്യ. ഒരു ആധാര ബിന്ദുവും 1 -2 ഇവ തമ്മിലുള്ള അകലം കാണാൻ വളരെ എളുപ്പം. എന്നാൽ നമ്മൾ കണ്ടു XY എന്ന ബിന്ദുവും ആധാര ബിന്ദുവും തമ്മിലുള്ള അകലം കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് √(x² + y²). ഇത് എത്രയാണോ അതിന്റെ സ്ക്വയർ ചെയ്താണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി സി സമന്ത കിട്ടുക എന്ത് വരും? 1² + -2² എന്ന് കിട്ടും. അപ്പൊ എത്ര ആൻസർ കിട്ടുക? √1 + 4 √5. ഇത് √5 ആണ്. ശരിയല്ലേ? അതേ കാര്യം തന്നെ എവിടെയും വരുന്നത്. ഒന്ന് ആധാര ബിന്ദുവാണ്, -3 1 എന്ന് പറഞ്ഞ ബിന്ദുവാണ്. ഇവ തമ്മിലുള്ള അകലം കാണാനും നമുക്ക് എന്ത് മതി? √(-3² + 1²). ആധാര ബിന്ദു ആകുമ്പോഴുള്ള സൗകര്യം അതാണ് അല്ലെ? അപ്പോ നമുക്ക് ഇനി സി ഡി എഴുതാം. സി ഡി = -3² + 1². എത്ര കിട്ടുന്നത്? √9 + 1 -3²9. 9 + 1 √10. √10. ഈ ദൂരം √10. ഇനി ഏതെല്ലാം അവശേഷിക്കുന്നുണ്ട്? എ സി കാണാം അല്ലെ? ഈ ഒരു വികരണം എ സി എന്ന് പറഞ്ഞ വികരണത്തിന്റെ നീളം കാണാം. ഇത് എത്രയുണ്ട്? ഇത് കണ്ടുപിടിക്കാം. എ സി എത്ര വരും? -3 -2 0 0 തമ്മിലുള്ള അകലാണ്. ഒന്ന് ആധാര ബിന്ദുവാണ്. അപ്പൊ ഇതും തമ്മിലുള്ള അകലം കാണാൻ നമുക്ക് എളുപ്പം. അപ്പൊ എ സി സമം വരും. എ സി സമം √(-3² + -2²). ആൻസർ എത്രയാക്കുക? 9 -3² 9 + 4 √13. അപ്പൊ ഇത് √13 കിട്ടും. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബി ഡി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഈ ഒരു വികരണം എത്ര ഉണ്ടെന്ന് കിട്ടണം. ഈ വികരണത്തിന്റെ നീളം ഉണ്ട്. എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പൊ ചെയ്ത പോലെ തന്നെ 1 -2 -3 1 തമ്മിലുള്ള അകലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാലേ x1/1 x2/2 ഇവ തമ്മിലുള്ള അകലം കാണാൻ √(x1 - x2) + y1 - y2² നമ്മൾ എഴുതുക. അപ്പൊ ആ ഒരു ആശയം ഇവിടെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബി ഡി സമം കിട്ടും. ബി ഡി സമം √(1 - -3) വരും. 1 - -3² + -2 - 1². ശരിയല്ലേ? അപ്പൊ എന്താ ആൻസർ കിട്ടുക? ഇത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും. അപ്പൊ 1 + 3 എന്നാവും. 4² എന്നാവും. 4² പ്ലസ് ഇതോ -3 ആവും. -3². ആൻസർ എത്ര കിട്ടുക? 16 + 9 എന്ന് പറഞ്ഞാല് √25 എന്ന് പറഞ്ഞാൽ എത്ര വരും? 5. ഈ ദൂരം 5 ആണ്. ഈ രീതിയിൽ നമുക്ക് അകലം കണ്ടുപിടിക്കാം. ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം ഇതാണ്. 2 1 3 4 -3 6 എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ ഒരു മട്ടത്രികോണം കിട്ടുമെന്ന് തെളിയിക്കുക. ഇതാണ് പ്രശ്നം. ഈ മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ പ്രത്യേകത എന്താ? അത് പൈതഗോറസ് സിദ്ധാന്തം പാലിക്കും. അതായത് ചെറിയ രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുക വലിയ വശത്തിന്റെ വർഗത്തിന് തുല്യമായിരിക്കും. ഇതാണ് മട്ടത്രികോണത്തിന്റെ ഒരു പ്രത്യേകത. എ എന്ന ബിന്ദു ആയിരിക്കട്ടെ, ഇത് ബി ആയിരിക്കട്ടെ, ഇത് സി ആയിരിക്കട്ടെ. അപ്പൊ എ ബി എന്ന അകലം നമ്മൾ കണ്ടുപിടിക്കാം, ബി സി കണ്ടുപിടിക്കാം, അതുപോലെ എ സി കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ ഇവിടുന്ന് എ ബി എന്താ കിട്ടുക? എ ബി എന്ന് പറഞ്ഞാല് ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലമാണ്. നമുക്കറിയാം എങ്ങനെ കണ്ടുപിടിക്കും? x1 - x2² അപ്പൊ 3 - 2²
പ്ലസ് 4 മൈനസ് 1 ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാം. അല്ലെ, തിരിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ 2 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് 4 ഹോൾ സ്ക്വയർ എഴുതാം. ഇങ്ങനെ വേണം എഴുതാം. അപ്പം എന്ത് കിട്ടിയ ആൻസർ കൂട്ടാം? 3 2 1 സ്ക്വയർ പ്ലസ് 4 3 3 ആണ്. അപ്പൊ 3 സ്ക്വയർ എത്ര കിട്ടി? 1 പ്ലസ് 9 റൂട്ട് 10 കിട്ടി. എ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് 10 ആണ്. ഇനിയോ നമുക്ക് ബി സി കണ്ടുപിടിക്കാം. ബി സി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ബിന്ദുക്കളെ പരിഗണിക്കാം. അപ്പൊ ബി സി സമം കൂട്ടാം. എന്താ? x1 മൈനസ് x2 നിർബന്ധം വരും. 3 മൈനസ് മൈനസ് 3 ഹോൾ സ്ക്വയർ. x1 മൈനസ് x2 മൈനസ് ഉള്ള ചിഹ്നം ഇവിടെ ഉണ്ട്. x2 എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നത്. 3 മൈനസ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് ഇനി y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. അപ്പൊ 4 മൈനസ് 6 ഹോൾ സ്ക്വയർ കിട്ടും. 3 മൈനസ് മൈനസ് 3 എന്താവും? 3 പ്ലസ് 3 എന്നാവും. അപ്പൊ എന്താ വരിക? 3 പ്ലസ് 3 എന്താണ്? 6 ആണ് അല്ലെ. അപ്പൊ 6 സ്ക്വയർ പ്ലസ് ഇതോ മൈനസ് 2 ആണ്. മൈനസ് 2 സ്ക്വയർ ആണ്. 6 സ്ക്വയർ എത്രയാണ്? യെസ്, 36 4 റൂട്ട് 40. റൂട്ട് 40. ഇനി അടുത്ത ഇനി എന്താ കാണാനുള്ളത്? എ സി കാണാം. എയും സിയും തമ്മിൽ ഈ ബിന്ദുക്കളാണ്. ഇത് 2 1 മൈനസ് 3 6 തമ്മിലുള്ള അകലാണ്. എ സി കാണാൻ നമ്മൾ എന്താ ചെയ്യുക? പറഞ്ഞ പോലെ തന്നെ 2 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് x1 മൈനസ് x2. ഇനി അടുത്ത് y1 മൈനസ് y2 1 മൈനസ് 6 ഹോൾ സ്ക്വയർ. എന്താ കിട്ടുക? റൂട്ടാ 2 മൈനസ് മൈനസ് 3 ആണ് 2 പ്ലസ് 3 ആണ്. അതായത് 5 സ്ക്വയർ പ്ലസ് മൈനസ് 5 സ്ക്വയർ. ശരിയല്ലേ? 1 മൈനസ് 6 ആണ് മൈനസ് 5. അപ്പൊ എന്ത് കിട്ടി? കൂട്ടാം 25 പ്ലസ് 25 അത് കഴിക്കുക റൂട്ട് 50. ഇതിൽ ഏറ്റവും വലിയ നീളം ഏതാണ്? റൂട്ട് 50 ആണ്. അപ്പൊ എ സി ആണ് കർണം. അപ്പൊ നോക്കൂ, കർണത്തിന്റെ വർഗം എന്ന് പറഞ്ഞാൽ എന്താ? എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 50 കിട്ടുക. എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 50 കിട്ടുക. ഇനിയോ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് കിട്ടും. എ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 കിട്ടും. റൂട്ട് 10ന്റെ സ്ക്വയർ റൂട്ട് 10 ആണ്. ബി സി സ്ക്വയർ 40 എന്ന് കിട്ടും. ഇപ്പൊ എന്താ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന കാര്യം? എ സി സ്ക്വയർ സമമാണ് എന്ത്? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. അതുകൊണ്ട് എ ബി സി എന്താ പറയാം? എ ബി സി ഒരു മട്ടത്രികോണത്തിന്റെ ശീർഷങ്ങളുടെ സൂചകസംഖ്യകളാണ് എന്ന് നമുക്ക് പറയാം. ഐഡിയ കിട്ടിയോ? തുടർ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ